പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഹല്ലേലൂയ സ്തോത്രം വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ നമ്മളെ ഉണർത്തിയിരിക്കുന്ന കൃപകൾക്കായിട്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന്, അതിശയമായി നടത്തുന്ന ദൈവത്തിന് കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറ. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. നമുക്ക് ഒരുമിച്ച് കർത്താവിനൊന്ന് മഹത്വം കൊടുക്കാം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഹല്ലേലൂയ. നമ്മളെ നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ട്, കർത്താവ് നമ്മളെ സൂക്ഷിച്ച വിധങ്ങൾക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്, ആവശ്യങ്ങളിലൊക്കെയും ദൈവകൃപ കൂടെ ഇരുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്, ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹാകരുണയ്ക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ട്, കർത്താവിൻ്റെ സ്നേഹത്തിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ട്, ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം. താങ്ക് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. താങ്ക് യു ലോർഡ്. ആമേൻ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, 54-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം, ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു, കർത്താവ് എൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട്. 6-ാമത്തെ വാക്യം, സ്വമേധാദാനത്തോടെ ഞാൻ കർത്താവിന് ഹനനയാഗം കഴിക്കും. യഹോവേ, കർത്താവിൻ്റെ നാമം നല്ലതെന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം ചെയ്യും. 7-ാമത്തെ വാക്യം, കർത്താവ് എന്നെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു, എൻ്റെ കണ്ണെൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്, ആരും അശ്രദ്ധരായിട്ട് നിൽക്കല്ലേ. ഈ പുതിയ മാസത്തിൻ്റെ ആരംഭ ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവ് തന്ന കൃപകൾക്കായിട്ട് ഒന്നുകൂടെ സ്തോത്രം ചെയ്യാം. പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ 1-ാം തീയതി പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയ ദൈവകൃപയ്ക്ക് സ്തോത്രം. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ നിറഞ്ഞതായ ലോകത്തിൽ കർത്താവേ, കഴിഞ്ഞ 7 മാസക്കാലം ശ്രേഷ്ഠമായി നടത്തിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ 8-ാം മാസത്തിൻ്റെ ആരംഭ ദിവസം കർത്താവ് ഞങ്ങൾക്ക് തന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് നന്ദി. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. കർത്താവേ ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ പുതിയ മാസത്തെ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വലിയ മഹത്വം കാണുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുക. തൻ്റെ കുഞ്ഞുങ്ങളെല്ലാം കഴിഞ്ഞ 7 മാസക്കാലം കർത്താവ് പരിപാലിച്ചതിന് സ്തോത്രം. ഈ 8-ാം മാസം അവരെ അത്ഭുതത്തിലൂടെ കർത്താവ് നടത്തുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ അസ്വസ്ഥതകളും നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, സ്വസ്ഥമാകട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ കൃപ കൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങൾ നിറയപ്പെടുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ തരത്തിലുള്ള ഇൻഫെക്ഷനുകളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിർജീവമായി പോകട്ടെ. ആമേൻ. രക്തത്തിലുള്ള ഇൻഫെക്ഷനുകൾ, ആമേൻ, ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ നിർജീവമായി പോകട്ടെ. കുടലിനകത്തുള്ള ഇൻഫെക്ഷനുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിർജീവമായി പോകട്ടെ. ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ കർത്താവാണല്ലോ. ഇന്ന് പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളെ പൂർണ്ണ സൗഖ്യത്തിൽ നയിക്കുന്നതിന് സ്തോത്രം. അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ജോലി ലഭിക്കട്ടെ, പുതിയ ജോലി ലഭിക്കട്ടെ, പുതിയ ജോലി ലഭിക്കട്ടെ. വഴികളെ തുറന്നു കൊടുക്കുന്നതിന് സ്തോത്രം. അതുപോലെ കർത്താവേ, ഇന്ന് പ്രഭാതം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ ഗ്രേസ് തൻ്റെ മക്കളോടുകൂടെ ഇരിക്കട്ടെ. ഹല്ലേലൂയ. അവരുടെ ഈ പുതിയ മാസം അങ്ങയുടെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സഭാരാധനയെ അനുഗ്രഹിക്കണം. അത് ഏറ്റവും ശ്രേഷ്ഠമായി തീരണം. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കുകയും ഉപയോഗിക്കുകയും അത്ഭുതമാക്കി തീർക്കുകയും ചെയ്യുന്നതിന് സ്തോത്രം.
പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് നമ്മുടെ സഭായോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ അത്ഭുതങ്ങളെ കാണുവാൻ കേൾക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ നാമം മഹിമപ്പെടുവാൻ ഇടവരണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഓഗസ്റ്റ് മാസത്തിൻ്റെ ആരംഭ ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവ് തന്ന ഈ വലിയ പദവിക്കായിട്ട് നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. യെശയ്യാവിൻ്റെ പുസ്തകം 43 അധ്യായം നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഭാഗങ്ങളാണ്. 19 വാക്യം നമുക്ക് വായിക്കാം. അതാണ് ഈ മാസത്തിൻ്റെ ആരംഭത്തിൽ കർത്താവ് നമ്മളെ ഓർപ്പിച്ചിരിക്കുന്നത്. ഇതാ, ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അത് ഞാൻ മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഈ മാസം കർത്താവ് നമുക്ക് വേണ്ടി പുതിയ തുടക്കങ്ങളെ തരും. ദ മന്ത് ഓഫ് ന്യൂ ബിഗിനിങ്സ്, പുതിയ തുടക്കങ്ങൾ. പ്രാർത്ഥിച്ചോണം. കർത്താവ് ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിലും പ്രത്യേകമായ അത്ഭുതങ്ങളെ ചെയ്ത് പുതിയ തുടക്കങ്ങളെ തരുവാൻ കഴിയും. അവിടെ 18 വാക്യം പറയുക, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ട് കാലങ്ങളിൽ ഞാൻ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചല്ല, ഞാൻ പുതിയ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുന്നവന്. ഇത് പഴയ നിയമത്തിൽ ദൈവമക്കൾ പ്രവാസത്തിൽ കഴിയുന്ന കാലഘട്ടത്തിലാണ് ഇത് പറയുന്നത്. അപ്പോൾ അവരോട് പറയുക, പണ്ട് കാലങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തിട്ടുണ്ട്, അത് ശരിയാ, അതൊന്നുമല്ല, അതിലും വലുതും വ്യത്യസ്തവുമായത് ചെയ്യുവാൻ കർത്താവ് എന്ത് ചെയ്യുക? കർത്താവ് മതിയായവനാണ്. കരങ്ങൾ ഉയർത്തി പറഞ്ഞാണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതിലും വലുത് കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒന്നുകൂടെ പറഞ്ഞ്, കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 7 മാസം ചെയ്തതിനേക്കാളും വലുത് കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. അത് മരുഭൂമിയിലൊരു വഴി, അതായത് വഴിയില്ല എന്ന് പറയുന്നിടത്ത് കർത്താവ് പുതുവഴികളെ നമുക്ക് തുറന്നു തരും. ആമേൻ, ആമേൻ. അതുപോലെ പറഞ്ഞു, നിർജ്ജന പ്രദേശത്ത്, അല്ലെങ്കിൽ അതും മരുഭൂമിയാണ്, അവിടെ എന്തു സംഭവിക്കും? അവിടെ ഞാൻ നദികളെ തുറക്കും. ആമേൻ. ഇമ്പോസിബിൾ എന്ന് പറഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ പ്രൊവിഷനുകൾ, ധാരാളമായ പ്രൊവിഷനുകളെ തുറന്നു തരുവാൻ കർത്താവ് മതിയായവനാണ്. അപ്പോൾ ഈ വാക്യം കണ്ടോ? ഈ മാസം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന അത് നിങ്ങൾ വിശ്വസിച്ച് സ്തോത്രം പറഞ്ഞു. അതാ, ഞാൻ മരുഭൂമിയിൽ വഴി. മരുഭൂമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ വഴിയില്ല. പക്ഷേ കർത്താവ് പറയുക, അവിടെ ഞാൻ വഴി തുറക്കും. നിർജ്ജന പ്രദേശത്ത് അവിടെ ഞാൻ എന്ത് ചെയ്യും? നദികൾ ഉണ്ടാക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിത്തരും. അതും ഇല്ലായിരിക്കാം, പക്ഷേ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിത്തരും. ഈ ഓഗസ്റ്റ് മാസത്തിൽ അങ്ങനെ ചില പുതിയ തുടക്കങ്ങളെ കർത്താവ് നമുക്ക് തരും. ആ നദികൾ എന്ന് പറഞ്ഞാൽ അല്പവെള്ളമല്ല, നദികൾ എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളമാണ് ലഭിക്കുന്നത്. നദികൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പ്രൊവിഷൻസാണ് കാണിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വഴി നമുക്ക് വേണ്ടി വലിയത് തുറക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഇന്നലകളുടെ ദൈവം മാത്രമല്ല, ഇന്നും നമ്മുടെ കർത്താവ് പ്രവർത്തിക്കുന്നവനാണ്. അവൻ പുതിയ തുടക്കങ്ങളെ തരുവാൻ കഴിയുന്നവനാണ്. ഹല്ലേലൂയ. എത്ര വരണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാലും, എത്ര സാഹചര്യങ്ങളില്ലെന്ന് പറഞ്ഞാലും, കർത്താവിന് അവിടെ വഴി തുറന്ന് നമ്മളെ അനുഗ്രഹിക്കുവാൻ കഴിയും. കരമുയർത്തി ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് ഈ കഴിഞ്ഞ 7 മാസം നമ്മളെവിടെയെങ്കിലും സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ വിശ്വസിച്ചോ, കർത്താവ് നമ്മളെ ആ നിശ്ചലമായി പോയ അവസ്ഥയിൽ നിന്നും കർത്താവ് എന്ത് ചെയ്യും? നമ്മളെ പുതിയൊരു സ്ഥലത്തേക്ക് കർത്താവ് നടത്തും. ഇന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. ആമേൻ. കർത്താവെ, അങ്ങ് ഈ പുതിയ മാസം ഞങ്ങൾക്ക് വേണ്ടി ചില പുതിയ പ്രവൃത്തികളെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കഴിഞ്ഞ 7 മാസം ഞങ്ങളെ നടത്തിയതിന് സ്തോത്രം. കഴിഞ്ഞ 7 മാസം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങൾക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ അതിനായിട്ട് നന്ദി പറയുന്നു. എന്നാൽ ഈ 8-ാം മാസം കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരുഭൂമിയിൽ വഴിയും നിർജ്ജന പ്രദേശത്ത് നീരുറവകളും തുറന്നു തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഡിക്ലെയർ ചെയ്യുന്നു, ഇത് 8-ാം മാസം പുതിയ തുടക്കങ്ങളുടെ മാസമാക്കി കർത്താവ് തീർത്തിരിക്കുന്നതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.